ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചൈന ഗ്രാസ് വെച്ചിട്ട് ആർക്കും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പുഡിംഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതിന് വേണ്ടി ഇതാ ഞാൻ ക്രംബിൻ്റെ ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. ഇതിലിത് 10 ഗ്രാം ചൈന ഗ്രാസാണ് കേട്ടോ ഉള്ളത്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. അതിനുശേഷം സ്റ്റവ് ഓണാക്കിയതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. പഞ്ചസാര ഇട്ടതിന് ശേഷം ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതാ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ പാല്. അതാ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചൈന ഗ്രാസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ അതാ ചൂടായി വരുന്നതിനനുസരിച്ച് ഇതാ നന്നായി മെൽറ്റായി വരുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നല്ലൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതിൻ്റെ പാകം എന്ന് അറിയണമെങ്കിൽ ഏകദേശം ഒരു തെളിഞ്ഞ കഞ്ഞിവെള്ളത്തിൻ്റെ ഒക്കെ ഒരു ഇതിലായി വരണം കേട്ടോ. അതുവരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കാൻ. അതുപോലെ കണ്ടില്ലേ, അപ്പോൾ അതാ ഏകദേശം ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു കളറായി വന്നിട്ടില്ലേ. ഇത്ര മതി കേട്ടോ. ഇനി തീ ഓഫ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച പാലും ഈ ചൈന ഗ്രാസിൻ്റെ മിശ്രിതവും നല്ലൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പാത്രം എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അതാ ഇതുപോലൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് മൂടി വെച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അതാ ഇതുപോലൊരു പുഡിങ് ആർക്കും തയ്യാറാക്കാൻ പറ്റും, വളരെ ഈസിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മുടെ കയ്യിൽ എന്താ വെച്ചാൽ ചെറിയോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് സാധനം കേട്ടോ. ഞാൻ അപ്പോൾ ഇവിടെ ബദാമാണ് പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കട്ടോ. അതാ പുഡിങ് കണ്ടില്ലേ. ഇത്രയേ ഉള്ളൂ എൻ്റെ റെസിപ്പി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ.